ഗവൺമെന്റ് സംസ്ഥാന സെക്രട്ടറി തന്നെ ഞങ്ങൾ വിമർശനങ്ങളെ കാര്യക്ഷമമായി കാണും, ഞങ്ങൾ കാതുകൊടുത്തു കേൾക്കും എന്ന് പറയുമ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെയാണ് ഉദ്ദേശിച്ചത് എന്ന് LDF കൺവീനർ പറഞ്ഞതുപോലെയല്ല, പിണറായി വിജയനെയേ അല്ല ഉദ്ദേശിച്ചത്. മാധ്യമങ്ങൾ അങ്ങനെ തന്നെ അതിനെ വ്യാഖ്യാനിച്ചില്ലാതാക്കിയതാണ്, വാർത്ത പടച്ചതാണ് എന്ന തരത്തിലുള്ള തള്ളിപ്പറയലുകളില്ല. ഞങ്ങൾ ആര് പറഞ്ഞാലും കാര്യക്ഷമമായ വിമർശനമാണെങ്കിൽ ഉൾക്കൊള്ളും എന്ന് പറയുന്നത് ഒരു നല്ല തിരിച്ചറിവാണ്. മാധു, അത് തീർച്ചയായിട്ടും അത് ആത്മാർത്ഥമാണെങ്കിൽ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ആത്മാർത്ഥമായിട്ടാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞെങ്കിൽ അത് നല്ലൊരു തിരിച്ചറിവാണ്, അത് നല്ലത് തന്നെയാണ്, അത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയാം. പക്ഷേ ചിത്രരഞ്ജൻ ഇപ്പോൾ തന്നെ നമ്മോട് സംസാരിച്ചില്ലേ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്, ആര്, മാധുവിനും സന്ദീപ് വാര്യർക്കും എനിക്കും എന്താ വേണ്ടതെന്ന്. നമുക്ക് മൂന്നാൾക്ക് എന്താ വേണ്ടതെന്നല്ല, കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് നമുക്കറിയേണ്ടത്. അല്ലാതെ നമ്മളെ മൂന്ന് പേരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലല്ലോ ചിത്രരഞ്ജൻ്റെ സംസാരം കേട്ടിരിക്കുന്നത് നമ്മൾ. അദ്ദേഹം പറഞ്ഞത്, മാക്സ് പറഞ്ഞതുണ്ട്, ഭരണവും ഭരണകൂടവും രണ്ടാണെന്ന്. പക്ഷേ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, ഭരണവും ഭരണകൂടവും ഒന്നാണ്, അത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനെതിരെ ഉള്ള ആക്ഷേപങ്ങൾ ഈ പാർട്ടിക്കെതിരെയുള്ള ആക്ഷേപമായിട്ട് കാണുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ചിത്രരഞ്ജൻ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനല്ല, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ്. പാർട്ടിയുടെ ലെവി വാങ്ങിക്കൊണ്ട് യാത്ര ചെയ്ത് പാർട്ടി പ്രവർത്തനം നടത്തുന്ന പാർട്ടി സെക്രട്ടറി അല്ല അദ്ദേഹം. കേരളത്തിലെ സാധാരണക്കാരുടെ, പൊതുജനങ്ങളുടെ പൊതുഖജനാവിൽ നിന്നുള്ള നികുതി പണത്തിൽ നിന്ന് സർവ്വ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു പൊതുസേവകനാണ്, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ വിമർശിക്കാനുള്ള അവകാശവും എല്ലാവിധ ആർജവും പൊതുസമൂഹത്തിനുണ്ട്. അതിനെ നിങ്ങൾ കാണുമ്പോൾ, സത്യം പറയുമ്പോൾ അതിനെ ശക്തമായി നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ആരോപണങ്ങളെ, വിമർശനങ്ങളെയൊക്കെ നിങ്ങൾ വളച്ചൊടിക്കാൻ പാടില്ല. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം, നിങ്ങൾ പറയുന്നു നിങ്ങൾ എല്ലാ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാർ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കന്മാർ എല്ലാം ശരിയാക്കാമെന്ന് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങളെല്ലാം ശരിയാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ, നിങ്ങൾ മുഴുവനായിട്ടും ശരിയാക്കണം. നിങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ബംഗാളിലെ പോലെ ഈ പാർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ശരിയാക്കണം, പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള മിനിമം ബാധ്യത നിങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്, ഞങ്ങൾ ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ മുന്നോട്ട് വെച്ച സർക്കാരിന് വിഘാതം സൃഷ്ടിക്കില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ പണ്ടുകാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നവകേരള സദസ്സ് നടക്കുമ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയാണ്. ബഹിഷ്കരിക്കാൻ വേണ്ടി മാത്രമുള്ള പ്രതിപക്ഷമാണ് എന്ന് സർക്കാരിന് ഒരു ഘട്ടത്തിൽ വിമർശനം ഉന്നയിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഓരോ ദിവസവും ഓരോ വിവാദം. ഞങ്ങൾ ഏതിനോടാണ് പ്രതികരിക്കേണ്ടത്? ഏത് വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിക്കാത്തത്? രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച വിമർശനം ഉന്നയിക്കുകയാണ് എന്നിങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞതിൽ നിന്ന് പ്രതിപക്ഷവും പിന്നാക്കം പോയിട്ടുണ്ട്. മാധുവിനത് മാധുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിപക്ഷ നേതാവായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ചെല്ലാനത്ത് കടൽക്ഷോഭമുണ്ടായതുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ചപ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പമാണ് പോയത്. അതുമാത്രമല്ല, യാതൊരുവിധ ആക്ഷേപങ്ങളും, സർക്കാരിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാനല്ല അദ്ദേഹം പോയത്, കടൽക്ഷോഭം നടന്ന സ്ഥലം സന്ദർശിക്കാനാണ് പോയത്. ക്രിയാത്മകമായി നടപടി ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായാലും CAA സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യത്തിലും സർക്കാരിനോടൊപ്പം നിൽക്കേണ്ട കാര്യത്തിൽ നിന്നിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് പ്രതിപക്ഷം സർക്കാർ നടത്തുന്ന മുഴുവൻ തട്ടിപ്പിനും കൊള്ളരായ്മയ്ക്കും കൊള്ളയ്ക്കും ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിന് സാധിക്കില്ല. പ്രതിപക്ഷത്തിന്റെ നിലപാട് എപ്പോഴും ജനപക്ഷപരമായിരിക്കണം. ഞങ്ങൾക്ക് ജനങ്ങളോടാണ് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ്. സർക്കാരിനെ താങ്ങി നിർത്തലല്ല ഞങ്ങളുടെ ഉത്തരവാദിത്വം. സർക്കാരിനെ വിമർശിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്, അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്ന് വെച്ച് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനല്ല ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുക. ഇനി പാർട്ടിയും സർക്കാരും ഒന്നാണെന്ന് ഇവർ വരുത്തി തീർക്കാൻ നോക്കുകയാണ്. ഇവിടെ പാർട്ടിയും സർക്കാരും ഒന്നല്ല. ഇവിടെ പാർട്ടിക്കെതിരെ അല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നികുതി പണം വാങ്ങിക്കൊണ്ട് ഞങ്ങളെ ഭരിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന, മാൻഡേറ്റ് വാങ്ങി കടന്നു വന്നിരിക്കുന്ന സർക്കാരിനെതിരെയാണ്. സർക്കാരിനെതിരെ പറയുമ്പോൾ, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ പറയുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിക്കെതിരാണെന്ന് വരുത്തി തീർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുടെ മകനും മകന്റെ അമ്മായച്ചനുമെതിരെയൊക്കെയുള്ള വരുന്ന ആക്ഷേപങ്ങളെ തടുത്തു നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ബംഗാളിലെ ജ്യോതി ബസുവിന്റെ മകൻ ചന്ദൻ ബസുവിന് സംഭവിച്ചതുപോലെ, ജ്യോതി ബസു ആദർശത്തിന്റെ നിറകുടമായിട്ട് തിളങ്ങി നിന്നപ്പോൾ ചന്ദൻ ബസു അവിടുത്തെ പാവപ്പെട്ട സഖാക്കന്മാരെ കൊള്ളയടിച്ചുകൊണ്ട് തടിച്ചു വീർത്ത കഥകളെക്കുറിച്ച് മഹാശിവത ദേവിയെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ തിരിച്ചറിവില്ലാതെ പോയതിന്റെ പേരിൽ 3.5 പതിറ്റാണ്ട് ഭരിച്ച സംസ്ഥാനത്ത് ഇന്ന് പാർട്ടിയുടെ കൊടികെട്ടാൻ പോലും ആളില്ലാത്ത സാഹചര്യത്തിലേക്ക് IT സെല്ലിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായിട്ട് പാർട്ടി പ്രവർത്തകരെ ക്ഷണിക്കേണ്ട, പത്രപരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് ഈ പാർട്ടി എത്തിച്ചേർന്നു. അതേ സാഹചര്യം കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പാർട്ടിയും സർക്കാരും ഒന്നാണെന്ന് വരുത്തി തീർക്കുന്നത്. മാക്സ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഭരണവും ഭരണകൂടവും പാർട്ടിയും ഒക്കെ വെവ്വേറെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിച്ചു കൊടുക്കണം കേരളത്തിലെ പൊതുസമൂഹത്തിന്.
പൊതുസമൂഹത്തെ? നിങ്ങളുടെ നേതാവിനെ മഹാനായ നേതാവാണെന്ന് പറഞ്ഞത് ഇ.പി. ജയരാജനല്ലേ? ആരാധനയുണ്ട് പിണറായി വിജയനോടെന്ന് പറഞ്ഞത് ഇ.പി. ജയരാജനല്ലേ? കാരണഭൂതന് തിരുവാതിര നടത്തിയത് ആനാവൂർ നാഗപ്പനല്ലേ? നിങ്ങൾ തിരുത്തിയോ? നിങ്ങൾ പി. ജയരാജനെ തിരുത്താൻ കാണിച്ച ആർജവം പിണറായി വിജയന്റെ കാരണഭൂതൻ തിരുവാതിര നടത്തിയ ആനാവൂർ നാഗപ്പനെ തിരുത്താൻ കാണിച്ചോ? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ എത്രത്തോളം അടിമ വേലയ്ക്ക് തുല്യമായിട്ടാണ് പറഞ്ഞത്. ഇത് സൂര്യന് തുല്യമാണ്, അടുത്തു പോയാൽ കരിഞ്ഞു പോകുമെന്ന്. സാധാരണക്കാരന് അടുത്തു പോയാൽ കരിഞ്ഞു പോകുമെന്നുള്ള ഭീഷണി മുഴക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? പാർട്ടിയിലെ സഖാക്കന്മാർക്ക് വേണ്ടിയിട്ടാണോ അതോ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഇദ്ദേഹം തീയിലൂടെ ഓടുന്ന കുതിരയാണ്, അല്ലെങ്കിൽ കൊടുങ്കാറ്റിന് പുറകെ വരുന്ന കഴുകനാണ് എന്നൊക്കെ പറഞ്ഞ് സാജ് പ്രൊഡക്ഷൻ ഹൗസിന്റെ വീഡിയോ വന്നിട്ട് നിങ്ങൾ അതിനെ എതിർത്ത് സംസാരിച്ചോ? ഇത് ഞങ്ങളുടെ ശൈലിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ പി. ജയരാജന്റെ PJ ആർമിക്കെതിരെ എടുത്ത ആർജവം, നടപടിയെടുക്കാൻ കാണിച്ച ആർജവം, അവരെ വിരട്ടി അവരുടെ പ്രൊഫൈലിന്റെ പേര് മാറ്റിക്കാൻ കാണിച്ച ആർജവം, ഈ പറഞ്ഞ പരിപാടികളൊക്കെ നടത്തിയ ഈ ദൈവത്തിന്റെ വരദാനമാണെന്ന് പ്രസംഗിച്ച നേതാവിനെതിരെ, മന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ പാദസ്പർശമേറ്റ പുണ്യഭൂമിയായിരിക്കും എന്ന് പറഞ്ഞ നേതാവിനെതിരെ, മന്ത്രിക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ അതിനെത് തിരുത്താൻ നിങ്ങൾ തയ്യാറായോ? എന്നിട്ട് നിങ്ങൾ വിമർശനത്തിന് അതീതരാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങൾ ഇതിനൊക്കെ സ്വീകരിക്കുന്നത്. നിങ്ങൾ വിമർശനത്തിന് അതീതരാണെന്നുള്ള ബോധ്യമാണ് ചിത്തരഞ്ജന്റെ സംസാരത്തിലൂടെ കടന്നു വരുന്നത്. നിങ്ങൾ പറയുന്നതൊന്ന്, നിങ്ങളുടെ ശരീരഭാഷ മറ്റൊന്ന്, നിങ്ങൾ ചെയ്യുന്നതൊന്ന്, നിങ്ങളുടെ സംസാരം മറ്റൊന്ന്. ശരി.